ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മക്കളെ. നമ്മൾ റെക്കോർഡ് ചെയ്ത് അയക്കാൻ കുറച്ച് വൈകിപ്പോയിട്ടോ. അപ്പോൾ ഇതിൽ മിമിക്രി എന്നുള്ളതൊക്കെ നമ്മൾ എടുത്തതാണ് അല്ലേ. അപ്പോൾ ഒന്നുകൂടി പറയാം. അതായത് കൊളോണിയൽ ഫ്രെയിം വർക്ക് അവരെന്ത് ചെയ്യാണ്, സെർവൈൽ സബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, എന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കൻ കൺട്രീസിനെ പോലെയുള്ള ആൾക്കാർ ദേ ബിഹേവ് ആൻഡ് കണ്ടക്ട് ദംസെൽസ് ആസ് ഡിസൈർഡ് ബൈ ദ കോളനൈസറിനെ പോലെ ബിഹേവ് ചെയ്യാനൊക്കെ തുടങ്ങാണ്. ആൻഡ് ദേ ആക്സെപ്റ്റ് ദ ബ്രിട്ടീഷ് അതോറിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി ആൻഡ് ഇമിറ്റേറ്റ് ദ ഫോറിൻ കൾച്ചർ. അവർ ബ്രിട്ടീഷ് അതോറിറ്റിയെ സുപ്പീരിയോറിറ്റിയെ ഫോളോ ചെയ്യുകയും ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു ഫോറിൻ കൾച്ചറിനെ. എന്നിട്ടോ ദേ ഡെഗ്രാഡ് ദെയർ ഓൺ വിച്ച് ഈസ് കോൾഡ് മിമിക്രി. അവരവരുടെ കൾച്ചറിനെ എന്ത് ചെയ്തു, ഡെഗ്രാഡ് ചെയ്യുകയും ചെയ്തു. പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡിയിൽ മിമിക്രി എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് നാറ്റീവ് ഈസ് ഫോഴ്സ്ഡ് ടു ലുക്ക് ആൻഡ് ആക്ട് സിമിലർ ടു ദ കോളനൈസറിനെ പോലെ പ്രവർത്തിക്കാനൊക്കെ ആര് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. കോളനൈസറിനെ പോലെ ചെയ്യാൻ വേണ്ടി നാറ്റീവ്സ് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് സിമിൾട്ടേനിയസ്ലി കോളനൈസർ ഡെവലപ്സ് ആൻഡ് മെയിൻറ്റെയിൻ എ ഫിയർ ദാറ്റ് ദിസ് സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി ആൻഡ് ഡിഫറൻസ് വുഡ് ഗ്രാജ്വലി ഡിക്ലൈൻ. അതായത് നാറ്റീവ് പീപ്പിൾ അവരെപ്പോലെ പ്രവർത്തിക്കുകയും അവരെപ്പോലെ നോക്കിക്കാണുകയൊക്കെ ചെയ്യുമ്പോൾ കോളനൈസേഴ്സ് പേടിച്ചത് തങ്ങളുടെ സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റിയും തങ്ങളും നാറ്റീവ് പീപ്പിളും തമ്മിലുള്ള ഡിഫറൻസും ഇല്ലാതാകുമോ എന്നുള്ളൊരു പേടി ആർക്കുണ്ടായിരുന്നു, കോളനൈസർ. അതായത് ഈ മിമിക്രി എന്ന് പറയുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് നാറ്റീവ്സിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അത് തങ്ങളുടെ അതോറിറ്റിയെ ബാധിക്കുമെന്ന് ആര് പേടിച്ചിരുന്നു, കോളനൈസേഴ്സ്, അതായത് വെസ്റ്റേൺസ് പേടിച്ചിരുന്നു. ഹോമി ബാവ ഡിഫേഴ്സ് ഫ്രം ദ ഒപ്പീനിയൻ ഓഫ് എഡ്വാർഡ് സെഡ്, ഹു കൺസിഡേർഡ് ഓറിയൻ്റലിസം ആൻഡ് അതർ കൊളോണിയൽ ഡിസ്കോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ പെർപെച്വൽ ഓഫ് ദ കൊളോണിയൽ റൂൾ ആൻഡ് സുപ്രീമസി. അതായത് എഡ്വാർഡ് സെഡിൻ്റെ കാഴ്ചപ്പാടായ ഓറിയൻ്റലിസം, അതായത് എന്താ പറയുക, ഈസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റും കോളനൈസേഴ്സിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൊളോണിയൽ ഡിസ്കോഴ്സൊക്കെയാണ്, എന്നാൽ കൊളോണിയൽ കാഴ്ചപ്പാടുകളൊക്കെയാണ് ഇങ്ങനെയുള്ള സുപ്രീമസിക്ക് കാരണമെന്ന് പറയാണ്. പക്ഷേ ഹോമി ബാവ അതിനെ എതിർത്തുകൊണ്ട് പറയുകയാണ്, കൊളോണിയൽ ഡിസ്കോഴ്സ് കുഡ് നോട്ട് അറ്റൈൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ബിക്കോസ് ഓഫ് ദ ഇൻഹറൻറ്റ് കോൺട്രാഡിക്ഷൻ. അതായത് ഒരു ഇൻഹറൻറ്റ് കോൺട്രാഡിക്ഷൻ അവർ തമ്മിലുണ്ട്. വൈൽ ദ കൊളോണിയൽ ഡിസ്കോഴ്സ് പോർട്രേ ദ കോളനൈസ്ഡ് ആസ് ദ സബ്ജക്റ്റ് ആസ് ദ അതർ ആൻഡ് സബ്ജുഗേറ്റഡ് ദം സിമിൾട്ടേനിയസ്ലി ഇറ്റ് ട്രൈ ടു സ്റ്റഡി ദം ടു കൺസ്ട്രക്ട് എ നോളജ് അബൌട്ട് ദം. അതായത് കൊളോണിയൽ സബ്ജക്റ്റുകൾ കോളനൈസ്ഡ് സബ്ജക്റ്റിനെ അതർ എന്നും, അതായത് സബ്ജുഗേറ്റ് ചെയ്യുകയാണെങ്കിലും, അതായത് കോളനി വൽക്കരിക്കപ്പെട്ട ആൾക്കാരെ സബ്ജക്റ്റ് അതർ എന്ന കാഴ്ചപ്പാടുകൾ കാണുകയും അവയെ അടിച്ചമർത്താൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം അവരെന്ത് ചെയ്യുന്നുണ്ട്, ദേ ട്രൈ ടു സ്റ്റഡി ദം. എന്തിനു വേണ്ടി, ടു കൺസ്ട്രക്ട് എ നോളജ് അബൌട്ട് ദം. അതായത് കോളനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൾച്ചറിനെ കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവരുടെ രീതിയെക്കുറിച്ചും ആര് പഠിക്കുന്നുണ്ട്, കോളനൈസേഴ്സ് പഠിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു കൺസ്ട്രക്ട് എ നോളജ് അബൌട്ട് ദം. Okay, that means that the colonized subject were placed both within and outside the western knowledge. അതുകൊണ്ട് തന്നെ ഹോമി ബാവ പറയുന്നത് കോളനൈസ്ഡ് സബ്ജക്റ്റ്, കോളനി വൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ സബ്ജക്റ്റുകളൊക്കെ were put both within and outside the western knowledge. വെസ്റ്റേൺ നോളജിൻ്റെ ഉള്ളിലുമുണ്ട്, അവരെ പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക്, അത് അറിയാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് അവരെന്ത് ചെയ്യുന്നു, ആ കൾച്ചറിനെ ഉള്ളിലേക്ക് കൊണ്ടുവരും, ആ സബ്ജക്റ്റിനെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും അതേ അവസരത്തിൽ അവരെ സബ്ജുഗേറ്റ് ചെയ്യുകയും ഔട്ട്സൈഡിലേക്കും ആര് കൊണ്ടുപോകുന്നുണ്ട്, വെസ്റ്റേൺ നോളജ് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊളോണിയൽ ഡിസ്കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ആംബിവാലൻ്റ് പൊസിഷനാണുള്ളതെന്നാണ് ഹോമി ബാവ പറയുന്നത്. Okay, in ambivalent stance breaks down a colonial project. He considered mimicry an ambivalent position where the colonized subject not only accepts the inferior position but also undermines the power of the colonizer by making the act of mimicking appear like a mockery. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇതിനൊരു ആംബിവാലൻ്റ് ഉണ്ട്. അതായത് ആംബിവാലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അതായത് മിമിക്രി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ആംബിവാലൻ്റ് പൊസിഷനാണ്. അതായത് കോളനൈസ്ഡ് സബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, അവരുടെ ഇൻഫീരിയർ പൊസിഷൻ ആക്സെപ്റ്റ് ചെയ്യാണ്. അതായത് അവർ മറ്റുള്ളവരുടെ കൾച്ചറിനെയും മറ്റുള്ളവരുടെ സബ്ജക്റ്റിനെയും ഫോളോ ചെയ്യുന്നതോടെ, വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുന്നതിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് തങ്ങളുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ആണെന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരെന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർമൈൻസ് ദ പവർ ഓഫ് ദ കോളനൈസർ എന്ന് പറഞ്ഞാൽ അവരുടെ, അതായത് കോളനൈസറിൻ്റെ വൈറ്റ് പീപ്പിൾ ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ട്, അവർ ആക്ട് ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ട്, അവരുടെ കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ട് മിമിക്രിയിലൂടെ അവർ സത്യത്തിൽ കോളനൈസറിൻ്റെ പവറിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ മോക്കറിയാണ് അവർ നടത്തുന്നത്. അതായത് മിമിക്രിയിലൂടെ അവർ മോക്കിയാണ്, പരിഹസിക്കുകയാണ് ആരെ ചെയ്യുന്നത്,
കോളനൈസേഴ്സിനെ അല്ലെ വെസ്റ്റേൺസിനെ. ആംബിവാലൻസ് റെഫേഴ്സ് ടു ദ കോംപ്ലക്സ് ആൻഡ് ഫ്ലക്ച്വേഷൻ റിലേഷൻ ബിറ്റ്വീൻ ദ കോളനൈസർ ആൻഡ് കോളനൈസർ ദാറ്റ് ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൽസീവ്. ആംബിവാലൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കോംപ്ലക്സ് ആയ റിലേഷനാണ് ആര് തമ്മിൽ, കോളനൈസറും കോളനൈസ്ഡും തമ്മിൽ. അത് അട്രാക്റ്റീവുമാണ്, അതേ അവസരത്തിൽ റിപ്പൽസീവുമാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഇൻഫീരിയോറിറ്റി, അതേ അവസരത്തിൽ അവർ മോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് The shifting relation between mimicry and mockery is expressed by the ambivalence. ഈ ആംബിവാലൻസ് എന്ന ടോപ്പിക്ക് ഇതിലൂടെയാണ് മിമിക്രിയും മോക്കറിയും വരുന്നത്. ആൻഡ് Bava considered this relation to be disturbing and crucial for the colonizer because it undermines the colonial authority and colonial subject is not entirely disempowered. Hence the colonizer detests an ambivalent. അതായത് കോളനൈസറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. കാരണം അവർക്ക് എന്താ ചെയ്യുന്നത്, അവരുടെ കൊളോണിയൽ അതോറിറ്റിയാണ് ഈ ഒരു ആംബിവാലൻസിലൂടെ നഷ്ടപ്പെടുന്നത്. ഇനി അടുത്തതാണ് ഡബിൾ കോൺഷ്യസ്നസ്. അവിടെ എന്താ ചെയ്യുന്നത്, the world is perceived through the consciousness of the colonizer as well as the one provided by the native കൾച്ചർ. നാറ്റീവ് കൾച്ചറിൻ്റെയും കോളനൈസറിൻ്റെയും കോൺഷ്യസ്നെസ്സിലൂടെ നോക്കിക്കാണുന്നതിനെയാണ് ഡബിൾ കോൺഷ്യസ്നസ് എന്ന് പറയുക. അതായത് വെസ്റ്റേണിൻ്റെയും നാറ്റീവിൻ്റെയും രണ്ടും മിക്സ് ആയിട്ടുള്ള, ഓൾസോ കോൾഡ് ഡബിൾ ഐഡൻറ്റിറ്റി. ഇതിന് എന്തുകൂടി അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നാറ്റീവ് പീപ്പിളിൽ അവരുടെ സ്വന്തമായൊരു ഐഡൻറ്റിറ്റിയുമുണ്ട്, അതേ അവസരത്തിൽ എന്തിനെ ഫോളോ ചെയ്യുന്നു, വെസ്റ്റേൺസിൻ്റെ ഐഡൻറ്റിറ്റിയെ ഫോളോ ചെയ്യുന്നു. അതാണ് ഡബിൾ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഡബിൾ ഐഡൻറ്റിറ്റി. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യുന്നു, ഈ ഡിവൈഡഡ് സെൽഫ് ഓഫ് ദ കോളനൈസ്ഡ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് അൺഹോംഡ്. അതായത് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നാറ്റീവ് ആൻഡ് വെസ്റ്റേൺ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈഡ് സെൻസ് കോളനൈസ്ഡിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് എന്തിനെ അർത്ഥമാക്കുന്നത്, അൺഹോംഡ് അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് അൺഹോംലെസ്. അതായത് സ്വന്തമായിട്ടൊരു വീടില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത അവസ്ഥയാണത്. പിന്നെയോ എക്സാമ്പിൾ വുഡ് ബി ദ മൈഗ്രേഷൻ, റൂട്ട്ലെസ്നെസ് ആൻഡ് അതർ ഫോഴ്സ്ഡ് കണ്ടീഷൻ ലൈക്ക് ബീയിങ് എ റെഫ്യൂജി ദാറ്റ് ഹാവ് റിസൾട്ടഡ് ഇൻ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഡ്യൂ ടു ദ ഡബിൾ കോൺഷ്യസ്നസ് ആൻഡ് അൺഹോംലെസ്. അതായത് ഇതിനുള്ള എക്സാമ്പിളാണ് ഈ അൺഹോംഡ് എന്ന് പറയുമ്പോൾ. സ്വന്തം കൾച്ചർ, അതായത് നമ്മൾക്കറിയാം ആഫ്രിക്കൻ അമേരിക്കൻ എന്നൊക്കെ പറയുമ്പോൾ ആഫ്രിക്കയിൽ ജനിച്ച് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് ആഫ്രിക്കൻ കൾച്ചറുമില്ല, അമേരിക്കൻ കൾച്ചറുമില്ല. അവർ മൈഗ്രേഷനിലൂടെ അവർക്ക് നഷ്ടപ്പെടുന്ന അവരുടെ റൂട്ടാണ് അല്ലേ. അവരെന്ത് ചെയ്യുന്നു, ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലാണ് എത്തുന്നത്. അപ്പോൾ ഈ ഡബിൾ കോൺഷ്യസ്നെസ് അത് എന്തിലേക്ക് എത്തിക്കും, അൺഹോംലെസ്സിലെത്തിക്കും. ആ അൺഹോം എന്ന് പറയുന്ന കണ്ടീഷനാണ് ശരിക്ക് ഒരു റൂട്ട്ലെസ്നെസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ലാത്ത ആൾക്കാർ. ഓക്കെ, ഡൗട്ടില്ലല്ലോ. ഇനി അടുത്തതാണ് ഹൈബ്രിഡിറ്റി. ഹൈബ്രിഡിറ്റി എന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ ഓഫ് ഗ്ലോബൽ കണ്ടീഷൻ ഓഫ് മിക്സ്ഡ് കൾച്ചറാണ് അല്ലേ. ശരിക്ക് ഗ്ലോബലൈസേഷൻ നോക്കുമ്പോൾ ഹൈബ്രിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, പല കൾച്ചറുകൾ ഒന്നിപ്പിക്കുന്ന ഒരു കുടക്കീൽ എന്ന അർത്ഥത്തിലാണ്. അതായത് മിക്സ്ഡ് കൾച്ചർ, റൈസസ്, എത്തനിസിറ്റി, കൾച്ചറൽ പ്രാക്ടീസ്, നാഷൻ ആൻഡ് സോ ഓൺ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള റേസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്തനിസിറ്റി, ഡിഫറെൻ്റ് കൾച്ചറൽ പ്രാക്ടീസസ്, ഡിഫറെൻ്റ് നാഷൻസ്, ഇതിനെയൊക്കെ ഒന്നിപ്പിക്കുന്നതാണ് ഹൈബ്രിഡിറ്റി. അപ്പോൾ ഈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ബയോളജിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്, ന്യൂ സ്പീഷീസ് ആർ ഡിറൈവ്ഡ് ഫ്രം കമ്പൈനിങ് ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. അതായത് പുതിയൊരു സ്പീഷീസ് ഉണ്ടാക്കുക എവിടെ നിന്ന്, ബൈ കമ്പൈനിങ് ഡിഫറെൻറ്റ് സ്പീഷീസ് അല്ലേ. രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസിനെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു പുതിയത് ഉണ്ടാക്കുന്നതിനെയാണ് ബയോളജിക്കലി ഹൈബ്രിഡ് എന്ന് പറയുക. ഹോമി ബാവ യൂസ് ദ ടേം ഹൈബ്രിഡ് ടു ഡിനോട്ട് ദ ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ദ കോളനൈസർ ആൻഡ് കോളനൈസ്ഡ് ടു ക്ലെയിം ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ക്ലെയിം എ പ്യൂരിറ്റി ഓഫ് റാഷണൽ ആൻഡ് നാഷണൽ ഐഡൻറ്റിറ്റി. അത് ഉദ്ദേശിക്കുന്നത് കോളനൈസറും കോളനൈസ്ഡും തമ്മിലൊരു ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്, അതായത് പരസ്പരമായിട്ടുള്ള ഒരു ബന്ധം അല്ലേ. അവിടെ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ക്ലെയിം എ പ്യൂരിറ്റി ആൻഡ് ഓഫ് റാഷ്യൽ ആൻഡ് നാഷണൽ ഐഡൻറ്റിറ്റി. അതിന് അവർക്ക് സ്വന്തമായിട്ടൊരു റാഷ്യൽ ആൻഡ് നാഷണൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയെ പോലും ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഹൈബ്രിഡ് ഐഡൻറ്റിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ തേർഡ് സ്പേസ്. അദ്ദേഹം പറയുന്നത് ഈ ഒരു ഹൈബ്രിഡ് ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത് ആര് തമ്മിലുള്ള ബന്ധമാണ്, ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്, കോളനൈസറും കോളനൈസ്ഡും. ഇതുണ്ടാകുന്നത് ഒരു തേർഡ് സ്പേസിൽ നിന്നാണ്, വിച്ച് ലൈസ് ഇൻ ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ ഐഡിയലൈസ്ഡ് അതർ. തേർഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോളനൈസ്ഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു സ്പേസും അവർ ഐഡിയലൈസ്ഡ് ആക്കിക്കൊണ്ട് കാഴ്ചപ്പാടിൽ, അതായത് അവരുടെ വെസ്റ്റേൺ കൾച്ചറിനെ അവർ ഐഡിയലൈസ്ഡ് കൾച്ചറായിട്ട് കാണുന്നു, ഐഡിയലൈസ്ഡ് സബ്ജക്റ്റായി കാണുന്നു. ഇവ രണ്ടും തമ്മിലുള്ള ഒരു എന്താ പറയുക
ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്നതാണ് ഈ ഒരു തേർഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ. ഹൈബ്രിഡ് ഐഡൻറ്റിറ്റി ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് ഓർ കൺഫ്യൂഷൻ സെറ്റ്സ് ഇൻ. അതായത് ഹൈബ്രിഡ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിൽ കോൺക്രീറ്റ് ഐഡൻറ്റിറ്റി അഡ്മിറ്റ്സ് ദ ഹൈബ്രിഡ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കോളനൈസ്ഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ കൺട്രീസിനെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു അതറിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ അതറിലേക്ക്. അപ്പോൾ ഇത് പോകുന്നത് അവരൊരു തേർഡ് സ്പേസിൽ ഇരുന്നു കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായി അവരുടെ സ്പേസിലല്ല നിൽക്കുന്നത്. അതേ അവസരത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് പറയുമ്പോൾ അവർ ആഫ്രിക്കനുമല്ല അമേരിക്കനുമല്ലാത്തൊരു തേർഡ് സ്പേസിലേക്ക് ആരെത്തിപ്പെടും, ഇങ്ങനെയുള്ള ആൾക്കാർ എത്തിപ്പെടും. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ ഈ ഒരു ഹൈബ്രിഡ് ഐഡൻറ്റിറ്റി കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, ദാറ്റ് ഈസ് നോൺ ആൻഡ് അൺനോൺ വിച്ച് വിബിൽഡേഡ് ആൻഡ് അൺസെറ്റിൽഡ് ദ സബ്ജക്റ്റ്. അതായത് അറിയുന്നതുണ്ടാകും അറിയാത്തതുമുണ്ടാകും, അത് രണ്ടും ഉൾക്കൊള്ളുന്നതാണ് ഹൈബ്രിഡ് ഐഡൻറ്റിറ്റി. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് കൊളോണിയൽ ഹൈബ്രിഡിറ്റി കോൾഡ് അൺകാനി. പോസ്റ്റ് കൊളോണിയൽ ഹൈബ്രിഡിറ്റി എന്തേ അറിയപ്പെടുന്നു, അൺകാനി എന്ന് പറഞ്ഞാൽ ഹു എക്സ്പീരിയൻസ് എ സ്ട്രെയിഞ്ച് ആൻഡ് അൺഈസി ഫീലിംഗ്. അതായത് അൺകാനി എന്ന് പറഞ്ഞാൽ സ്ട്രെയിഞ്ച് എന്നാണ് അർത്ഥം. നമുക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആഫ്രിക്കയിൽ ജനിച്ച് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അൺകാനി ആയിരിക്കും. അതായത് അവർ എക്സ്പീരിയൻസ് ചെയ്യുക ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു അൺഈസി ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അവർക്ക് എന്താണ് അതെന്ന് പറയാൻ പറ്റില്ല. അത് രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെയിഞ്ച്നെസ്, അതിനെയാണ് അൺകാനി എന്നാര് വിളിച്ചത്, നമ്മുടെ ഹോമി ബാവ. ഡൗട്ടില്ലല്ലോ. പിന്നെ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിക്സായ ഐജാസ് അഹമ്മദ്, ചന്ദ്ര ദാൽപഡെ മൊഹൻട്രി ആൻഡ് ബെനിത പെരി മെൻഷൻ അവരൊക്കെ പറയുന്ന തേർഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ പൊസിഷൻ ആണെന്നും ഇത് ഒരു റിയാലിറ്റിയെ ബേസ് ചെയ്യാത്ത ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണിതെന്നും അവർ ആർഗ്യൂ ചെയ്യുന്നത്. ഹൈബ്രിഡിറ്റി ഈസ് എ കണ്ടീഷൻ ഓർ എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഓക്കെ. പിന്നെ some writers consider it necessary to rejuvenate and assert native culture to prevent being completely consumed. അതായത് പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദിസ് എക്സ്ട്രീം ഫോം ഓഫ് അഡ്ഹർനസ് ടു ദ പാസ്റ്റ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു റിവൈവ് ഇൻജീനിയസ് കൾച്ചർ ഈസ് കോൾഡ് നാറ്റീവിസം ആൻഡ് നാഷണലിസം. അതായത് ഇങ്ങനെ ഒരു തേർഡ് സ്പേസിൽ നിന്നുകൊണ്ട് ഒരു അൺകാനി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ആൾക്കാർക്കിടയിലും എന്ത് ചെയ്യാൻ തുടങ്ങും, ദേ ട്രൈസ് ടു അഡ്ഹർ ടു ദ പാസ്റ്റ് ആണ്. അവരവരുടെ പാസ്റ്റിൽ ഉറച്ചു നിൽക്കാൻ നോക്കും. അവരുടെ പാസ്റ്റിൽ എങ്ങനെ, ടു റിവൈവ് ദ ഇൻജീനിയസ് കൾച്ചർ. ഇൻജീനിയസ് അവരുടെ നാറ്റീവ് കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ട്, റിവൈവ് ചെയ്തുകൊണ്ട്, അതിനെ ഒന്നും കൂടി എന്ത് ചെയ്തുകൊണ്ട്, ഉയർത്തിക്കൊണ്ട് സ്വന്തം പാസ്റ്റിൽ അടിയുറച്ചു നിൽക്കാനുള്ള അവരുടെ ഒരു ശ്രമം, അതിനെയാണ് നാറ്റീവിസം അല്ലെങ്കിൽ നാഷണലിസം എന്ന് വിളിക്കുക. ഓക്കെ. അതായത് ഈ ഒരു അൺകാനി ആയിട്ടുള്ള തേർഡ് സ്പേസിൽ നിൽക്കുന്നവർ എന്ത് ചെയ്യാൻ നോക്കും, അവരൊരു സ്വന്തമായിട്ടുള്ള തൻ്റെ ഇൻജീനിയസ് കൾച്ചറിനെ റിവൈവ് ചെയ്യാൻ എങ്ങനെ, ബൈ അഡ്ഹർ ടു ദ പാസ്റ്റ്, അവരുടെ പാസ്റ്റിൽ ഉറച്ചു നിന്ന്. അതായത് നമ്മളിപ്പോൾ പറയും അവരിപ്പോൾ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ എന്താക്കാൻ നോക്കും, തൻ്റെ ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്ത് പാസ്റ്റിലേക്ക് അടിയുറച്ച് നിന്ന് തൻ്റെ ഇൻജീനിയസ് കൾച്ചറിനെ അല്ലെ തൻ്റെ നാറ്റീവ് കൾച്ചറിനെ എന്ത് ചെയ്യാൻ നോക്കും, ഫോളോ ചെയ്യാൻ നോക്കും. അതിനെയാണ് എന്ത് വിളിക്കുക, നാറ്റീവിസം അല്ലെങ്കിൽ നാഷണലിസം എന്ന് വിളിക്കുക. ഓക്കെ. പിന്നെ പീറ്റർ ബാരിയുടെ ബിഗിനിങ് തിയറി എന്ന് പറയുന്ന ടെക്സ്റ്റിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തെ 3ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം അതിൽ ഒന്നാമത്തത് അഡോപ്റ്റ് ഫേസ് ആണ്. അഡോപ്റ്റ് ചെയ്യുക. റൈറ്റേഴ്സ് ആൻഡ് ക്രിറ്റിക്സ് അഡോപ്റ്റ് ദ യൂറോപ്യൻ ഫോം ടു എലാബറേറ്റ് ദെയർ എക്സ്പീരിയൻസ്. ദെയർ ആക്സെപ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സൽ വാലിഡിറ്റി ഓഫ് ദ യൂറോപ്യൻ. നമ്മൾ പഠിച്ചിട്ടില്ല ഫെമിനിസം തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ ചില കൾച്ചർ എന്ത് ചെയ്യുക, മെയിലിൻ്റെ അതേപോലെ ഫോളോ ചെയ്യുക, അവരുടെ അവരുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയല്ല. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് റൈറ്റേഴ്സും ക്രിറ്റിക്സൊക്കെ എന്ത് ചെയ്യുക, യൂറോപ്യൻ ഫോം ഓഫ് എക്സ്പീരിയൻസ് ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ പ്രിൻസിപ്പിൾസിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എഴുതുന്നൊരു രൂപത്തെയാണ് അഡോപ്റ്റ് ഫേസ് എന്ന് പറയാം. രണ്ടാമത്തത് അഡാപ്റ്റ് ആണ്. ദ ഫോംസ് ആൻഡ് നോംസ് ഓഫ് ദ ലിറ്ററേച്ചർ ആർ മോഡിഫൈഡ് ടു സ്യൂട്ട് ദെയർ സ്പെസിഫിക്കേഷൻ ആൻഡ് റിക്വയർമെൻറ്റ്. അതായത് അവരുടെ ഫോമുകളൊക്കെ എഴുതുന്ന ഫോം, അതിൻ്റെ നോംസ് ഓഫ് ലിറ്ററേച്ചറൊക്കെ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുന്നതിനെയാണ് അഡാപ്റ്റ് എന്ന് പറയാം. ഒന്നാമത്തത് അത് അതേപോലെ അഡോപ്റ്റ് ചെയ്യുക, രണ്ടാമത്തത് മോഡിഫിക്കേഷൻ വരുത്തുക. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലേ, റിക്വയർമെൻറ്റിനനുസരിച്ച് അവർ കയ്യിലുള്ളതിനെ, അതായത് യൂറോപ്യൻസിൻ്റെ ലിറ്ററേച്ചർ, യൂറോപ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ മോഡിഫൈ ചെയ്തുകൊണ്ട് പറയുന്നതിനാണ് അഡാപ്റ്റ് ഫേസ് എന്ന് പറയുക. അടുത്തത് അഡപ്റ്റ് ഫേസ് ആണ്.
അതിലെന്താ ചെയ്യുന്നത്? ദേ ബിക്കംസ് ഇൻഡിപെൻഡൻറ്റ് അല്ലേ, ക്രിയേറ്റീവായിട്ട് ക്രോസ് കൾച്ചറിൽ ഇൻ എക്സ്പ്രസിങ് ദെയർ ഓൺ എക്സ്പീരിയൻസ് ആണ്. പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് ഫോംസ് എ യുണീക്ക് കൾച്ചറൽ സ്റ്റാൻഡേർഡ് ആൻഡ് റീഷേപ്പ് ദ കൊളോണിയൽ എക്സ്പീരിയൻസ്. അതായത് ഈ ഒരു ഫേസ് എത്തിയപ്പോൾ, അതായത് ആദ്യ ഫേസിൽ യൂറോപ്യൻ കൾച്ചർ അതുപോലെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് എഴുതി അല്ലേ, രണ്ടാമത്തതിൽ അതിന് സം മോഡിഫിക്കേഷൻ വരുത്തി എഴുതി, മൂന്നാമത്തത് സ്വന്തമായി ഇൻഡിപെൻഡൻ്റായി ക്രിയേറ്റീവായിട്ട് എഴുതുന്ന റൈറ്റിംഗ് ആണ്. അതിൽ അവരെന്താ ചെയ്യുന്നത്? യുണീക്ക് കൾച്ചറൽ സ്റ്റാൻഡേർഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അഡപ്റ്റ് ഫേസസ് 3. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. താങ്ക് യു.